സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ 30 ഭാഗങ്ങൾ, 114 അധ്യായങ്ങൾ, 6666 വചനങ്ങൾ, 77,439 പദങ്ങൾ, 3,23,015 അക്ഷരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ ലോകത്തിന് നൽകിയ അക്ഷയ ഖനിയാണ് ഖുർആൻ. നമ്മളെല്ലാവരും ധാരാളം ഖുർആൻ ഓതുന്നവരും കേൾക്കുന്നവരുമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറയാണ്. 286 ആയത്തുകൾ. ഏറ്റവും ചെറിയ സൂറത്തുൽ കൗസറാണ്. വെറും 3 ആയത്തുകൾ. നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ ആവർത്തിച്ച് മുഴക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി ലോകത്തെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് 1400 വർഷങ്ങളായി. ഇന്ന് വരെ അത് ഏറ്റെടുക്കാൻ ആരും സന്നദ്ധരായിട്ടില്ല, തയ്യാറായിട്ടില്ല. മറ്റൊന്നുമല്ല, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്. ആവർത്തിച്ച് വ്യത്യസ്തമായ ശൈലിയിൽ അള്ളാഹു ലോകത്തെ വെല്ലുവിളിക്കുന്നു. ഈ ഖുർആൻ ഷരീഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിന് തുല്യമായ ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരിക. സഹോദരങ്ങളെ, സൂറത്തുൽ കൗസർ ഞാൻ പറഞ്ഞു വെറും 3 ആയത്തുകളേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ഒന്ന് ഓതാം ആ 3 ആയത്തുകൾ. എല്ലാവരും ദയവായി ഒന്ന് ഓതുക. ഒരക്ഷരത്തിന് 10 കൂലിയാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 3 സെന്റൻസ്. ഈ 3 വാചകങ്ങൾക്ക് പകരം തത്തുല്യമായ 3 വാചകം കൊണ്ടുവരാമോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഷുക്കൂർ മൗലവി മുതൽ ഈ സദസ്സിലെ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അറബിയിൽ പ്രസംഗിക്കാൻ കഴിവുള്ളവരാണവർ. അന്തസ്സായി 3 അല്ല 30 വചനങ്ങൾ അറബിയിൽ പറയും. പിന്നെന്താണ് അള്ളാഹു തആല ചോദിച്ചത്? 3 വാചകങ്ങൾ കൊണ്ടുവരാൻ ലോകത്തിന് ധൈര്യമുണ്ടോ? സഹോദരങ്ങളെ, അറബി സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ കുറേ സാഹിത്യകാരന്മാരുണ്ട്, കുറേ കവികളുണ്ട്. ഒരാൾക്കും ഇന്ന് വരെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം കുറവാണ്. സഹോദരങ്ങളെ, ഈ സൂറത്തിൽ, ഈ കുഞ്ഞു സൂറത്തിൽ അല്ലാഹു തആല 10 എന്ന അക്കത്തിൻ്റെ 10 അത്ഭുതങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നു. വെറുതെ വാചകം പറഞ്ഞാൽ പോരാ, അറബിയിൽ പ്രസംഗിച്ചാൽ പോരാ, ഗണിതശാസ്ത്രം ഒത്തുവരണം, കണക്കൊത്തുവരണം, എല്ലാം കൃത്യമായിരിക്കണം. നിങ്ങൾ നോക്കുക, ഒന്ന് ചിന്തിച്ചു നോക്കുക. ചുരുക്കി പറയാം, ഈ കുഞ്ഞു സൂറത്തിൽ അല്ലാഹു തആല 10ന്റെ 10 അത്ഭുതങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഈ സൂറത്തിലെ 1-ാമത്തെ ആയത്ത് ഇന്നാ അഅ്തൈനാകൽ കൗസർ 10 അക്ഷരങ്ങൾ. ഫസല്ലി ലിറബ്ബിക വൻഹർ 10 അക്ഷരങ്ങൾ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ 10 അക്ഷരങ്ങൾ. ഓരോ ആയത്തിലും 10 അക്ഷരങ്ങൾ മാത്രം. നിങ്ങൾ പരിശോധിച്ചോളുക. വീട്ടിൽ പോയിട്ട് ഹാഫിലിങ്ങളും അല്ലാത്തവരും ഒക്കെ ഒന്ന് പരിശോധിച്ചോളുക, ശ്രദ്ധിച്ചോളുക. സഹോദരങ്ങളെ, 2, ഈ സൂറത്തിൽ ആകെ 10 വാക്കുകളാണുള്ളത്. ഇന്ന അഅ്തൈനാക അൽ കൗസർ, ഇങ്ങനെ എണ്ണി നോക്കുക. ആകെ 10 വാക്കുകളാണുള്ളത്. 3, ഈ സൂറയിൽ ഏറ്റവും അധികം ആവർത്തിച്ചിരിക്കുന്ന അക്ഷരം അലിഫാണ്. അലിഫ് ഈ സൂറത്തിൽ വന്നിരിക്കുന്നത് 10 തവണയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, 4 ഒറ്റ പ്രാവശ്യം വന്ന കുറേ അക്ഷരങ്ങളുണ്ട് ഈ സൂറത്തിൽ. ആവർത്തനമില്ലാത്ത അക്ഷരങ്ങൾ, അത് 10 എണ്ണമാണ്, 11 ഇല്ല. 5, ഈ 3 ആയത്തുകളും അവസാനിക്കുന്നത് റാ എന്ന അറബി അക്ഷരത്തിലാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ
റായിലാണ് അവസാനിക്കുന്നത്. റാ അറബി അക്ഷരമാലയിലെ 10ാമത്തെ അക്ഷരമാണ്. അലിഫ് ബാ താ സ എണ്ണി നോക്കുക, 10ാമത്തെ അക്ഷരമാണ്. സഹോദരങ്ങളെ, 6ാമതായി പരിശുദ്ധ ഖുർആനിലെ 114 സൂറകളിൽ റാ കൊണ്ട് അവസാനിക്കുന്ന 10 സൂറത്തുകളേ ഉള്ളൂ, 11 ഇല്ല. നിങ്ങൾ എണ്ണിക്കോളൂ, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ മാഇദ, സൂറത്തുൽ ഹജ്ജ്, ലുഖ്മാൻ, ഷൂറ, ഖമർ, മുംതഹിന, ഖദർ, ഹത്താ മത്ലഇൽ ഫജ്ർ, ഇങ്ങനെ റായിൽ അവസാനിക്കുന്ന സൂറകൾ പരിശുദ്ധ ഖുർആനിൽ ആകെ 10 സഹോദരങ്ങളെ. ഇനിയും നോക്കുക, റാ കൊണ്ട് അവസാനിക്കുന്ന 10 സൂറകളിൽ 10ാമത്തെ സൂറത്താണ് സൂറത്തുൽ കൗസർ. സുബ്ഹാനല്ലാഹ്, അറിയാതെ പറഞ്ഞു പോകുന്നില്ലേ നിങ്ങൾ? സഹോദരങ്ങളെ, ബിസ്മി കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ബിസ്മിയിലാകെ 19 അക്ഷരങ്ങളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലെ 10ാമത്തെ അക്ഷരമാണ് റാ എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം ബലി കൊടുക്കലാണ്. വൻഹർ, അറുത്തു കൊടുക്കുക. നമ്മൾ ബലി ഇറക്കുന്നത് ദുൽഹജ്ജ് 10-നാണ്. നിങ്ങൾ എണ്ണി നോക്കുക, 10ന്റെ 10 അത്ഭുതങ്ങൾ ഈ കുഞ്ഞു സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു, ഗൂഢമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ ലോകത്തിന് കഴിയുമോ എന്ന് റബ്ബ് വെല്ലുവിളിച്ചത്. അറബിയിൽ 3 വാചകങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അറബിയിൽ മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ആ സൂറയിലെ അക്ഷരഘടന, ഗണിതം കൃത്യമായിട്ട് ഒത്തുവരണം. ആ സൂറയിൽ മാത്രം പോരാ, ഇത് മൊത്തം ഖുർആനുമായിട്ട് ടാലിയാകണം. ഞാൻ പറഞ്ഞില്ലേ, 10 സൂറത്തുകളേ ഉള്ളൂ റാ കൊണ്ട് അവസാനിക്കുന്നത്. ഇത് 10ാമത്തേതാണ്. എല്ലാ നിലയിലും ഇങ്ങനെ ഒത്തുവരണം ഈ ഖുർആൻ. സഹോദരങ്ങളെ, മഹാത്ഭുതമാണ്. ഇവിടെ ഒരുപാട് പേര് പ്രസംഗിച്ചു, ഇനിയും പ്രസംഗിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു പ്രാസംഗികന് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലെ അക്ഷരങ്ങൾ ഇത്രയാണ്, അത് 10ാമത്തെ അക്ഷരം ഇന്നതൊത്തു വന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരു പുസ്തകം എഴുതുന്നയാൾക്ക്, ഒരു കവിത എഴുതുന്നയാൾക്ക് പറയാൻ പറ്റുമോ? ഖുർആൻ നോക്കുക, ഞാൻ വെറും 10ന്റെ ചില സൂചനകളാണ് പറഞ്ഞത്. ഇതുപോലെ 19ന്റെ 16ന്റെ മഹാത്ഭുതങ്ങൾ ഖുർആനിൽ കാണാം. ഇതാണ് റബ്ബിൻ്റെ കലാം. ഇതാണ് തുല്യമായി കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. കരളിൽ തുടിക്കുന്ന കനിയാണു നാഥൻ്റെ വരമാണു വരമാണു ജ്ഞാനത്തിൻ നിധികുംഭമേ, ആനന്ദമെന്നു വിളിക്കുന്നു നിന്നെ ഞാൻ, വാനത്തിൻ വാർമുകിൽ മാരിവില്ലേ, കൂരിരുട്ടിൽ കുളിർ ചന്ദനം ചാർത്തുന്ന പാരിലെ പാവന മാണിക്യമേ, മാനവരാശിക്കു മാർഗം തെളിക്കുവാൻ മന്നാൻ കൊളുത്തിയ പൊൻവിളക്കേ. ഇന്ത്യൻ ഭരണഘടന ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നല്ലോ. ഭാരതം ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് 70 വർഷങ്ങൾ റിപ്പബ്ലിക് ഡേ. 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അത് പരിമിതമായിരുന്നു. പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് നമ്മളിന്ന് ആഘോഷിച്ചത്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായി, അതാണ് റിപ്പബ്ലിക്. സ്വന്തമായി, മറ്റേത് അന്ന് വരെ റിപ്പബ്ലിക് ഡേ ദിനമാകുന്നത് വരെ നമ്മൾ ബ്രിട്ടീഷുകാരൻ്റെ ഭരണഘടനയാണ് കോപ്പി അടിച്ചിരുന്നത്. അത് മാറ്റി സ്വന്തം ഒരു ഭരണഘടന ഉണ്ടായ ദിവസത്തിൻ്റെ സ്മരണയാണ് റിപ്പബ്ലിക്. സഹോദരങ്ങളെ, ഭരണഘടനാ ശില്പികൾ 299 പേരായിരുന്നു. 15 സ്ത്രീകളും ബാക്കി പുരുഷന്മാരും. ഇന്ത്യയിലെ മിടുമിടുക്കരായ, ഇന്ത്യയിലെ ബുദ്ധിരാക്ഷസന്മാരായ, എല്ലാം കാച്ചി കലക്കി കുടിച്ച മഹാപ്രതിഭകൾ. അവർ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന തയ്യാറാക്കി 70 വർഷങ്ങൾക്ക് മുമ്പ്. ഭരണഘടനയെല്ലാം പൂർത്തിയായപ്പോൾ അതിൻ്റെ ചെയർമാനായിരുന്ന ഡോക്ടർ അംബേദ്കർ 299 പേരോടും പറഞ്ഞു, നമ്മൾ നാളെ മുതൽ ഭരണഘടന ഇന്ത്യൻ റിപ്പബ്ലിക് ആകുകയാണ്. ഈ അവസരത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ മുൻപിൽ കൊത്തിവെക്കാൻ ഒരു വചനം നിങ്ങൾ ആരെങ്കിലും കണ്ടെത്തണം. ഒരു നല്ല വചനം, മഹാഭാരതത്തിൽ നിന്നോ രാമായണത്തിൽ നിന്നോ ബൈബിളിൽ നിന്നോ ഖുർആനിൽ നിന്നോ ഏതെങ്കിലും മഹത്തായ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു വചനം നിങ്ങൾ തയ്യാറാക്കണം, കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന് അംബേദ്കർ എല്ലാവരോടും പറയുകയുണ്ടായി. സഹോദരങ്ങളെ, എല്ലാവരും പോയി
എല്ലാവരും ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് പരിശ്രമിച്ചു, കുറേ വാചകങ്ങൾ കൊണ്ടുവന്നു. ദിവസങ്ങളെടുത്ത് കൊണ്ടുവന്ന വാചകങ്ങളെല്ലാം ഇവർ ഒന്നിച്ചിരുന്ന് പരിശോധിച്ചു. 299 പേർ. മനസ്സിലാക്കണം, മഹാപ്രതിഭകളാണ്. എല്ലാം ഓരോരോ കാരണങ്ങളാൽ തള്ളിപ്പോയി. അവസാനം ഒന്നും കിട്ടാതെ വന്നപ്പോൾ അംബേദ്കർ പറഞ്ഞു, ഡോക്ടർ അംബേദ്കർ മനസ്സിലാക്കണം, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വചനം കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ നമുക്കത് പറ്റും. എല്ലാവരും ജിജ്ഞാസയോട് ചോദിച്ചു, ഏതാണത്? അദ്ദേഹം ഒരു ഖുർആൻ ആയത്താണ് പറഞ്ഞത്. സൂറത്തുർ റഅദ് 12-ാമത്തെ സൂറത്ത്, 13-ാമത്തെ സൂറത്ത്, സഹോദരങ്ങളെ 11-ാമത്തെ ആയത്ത്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനത സ്വയം മാറാത്തിടത്തോളം സർവശക്തനായ അള്ളാഹു അവരെയും മാറ്റുന്നതല്ല. സ്വന്തം അവസ്ഥകൾ പരിവർത്തിപ്പിക്കാത്ത ഒരു ജനതയ്ക്ക് പരിവർത്തനം, മാറ്റം അള്ളാഹു ഉണ്ടാക്കുന്നതല്ല. നിങ്ങൾ അറിയണം, ശ്രീ മോദി നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയതേ ഉള്ളൂ, വെള്ളിയാഴ്ച. ശ്രീ മോദി ഭരിക്കുന്ന, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ ഇന്നും കൊത്തിവെച്ചിരിക്കുന്നു ഈ വചനം എന്ന് പറയുമ്പോൾ ഖുർആൻ എന്താണെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? എന്താണ് ഈ ഖുർആൻ? 299 പേർക്ക് മറ്റൊരു വചനം കിട്ടിയില്ല. സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്ത് വിശദമായി പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിക്കാൻ. അത്ഭുത ആയത്താണ്, നമ്മൾ വിചാരിക്കുന്ന ആയത്തല്ല. ഒരു ജനത സ്വയം പരിവർത്തനത്തിന് തയ്യാറാവാത്തിടത്തോളം ആ ജനതയ്ക്ക് പരിവർത്തനം ഉണ്ടാകുന്നതല്ല എന്നുള്ള അതിമഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന ഈ വാചകം ഇന്നും ഇന്ത്യൻ പാർലമെന്റിന് മുന്നിലുണ്ടെങ്കിൽ ഖുർആൻ ഷരീഫിന്റെ മഹത്വം മനസ്സിലാക്കണം. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. മനുഷ്യർ അധിവസിക്കുന്ന ഈ ഭൂമി എന്നുള്ളത്, ഈ ഭൂമിയുടെ 71% കടലാണ്, 29% കരയാണ്. വളരെ കുറച്ചേ കരയുള്ളൂ, 79% കടലാണ്, വെള്ളമാണ്. ഖുർആൻ കടൽ എന്ന പദം 32 തവണ ഖുർആൻ ഷരീഫിൽ പറഞ്ഞിട്ടുണ്ട്. ബഹർ, സഹോദരങ്ങളെ, ബർറ് 13 തവണയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം, ബാക്കി നിങ്ങൾ ആലോചിച്ചോളണം. ഖുർആൻ 32 പ്രാവശ്യം കടൽ എന്ന പദവും 13 തവണ കര എന്ന പദവും പറഞ്ഞിരിക്കുന്നു. 32 + 13 = 45. 45 പ്രാവശ്യമാണ് ഇത് രണ്ടും കൂടി വന്നിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ ശതമാനം കൊണ്ടൊന്ന് ഗണിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, 32-ന്റെ ശതമാനം 71%, 13-ൻ്റേത് 29%. കടൽ എന്നുള്ള പദം, സഹോദരങ്ങളെ, അതിൻ്റെ ശതമാനം എടുക്കുമ്പോൾ കടൽ 71%, കര 29%. എന്തൊരു അത്ഭുതമാണ്, എന്തൊരു മഹാത്ഭുതമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാനുണ്ട്. ഇൻസാൻ, മനുഷ്യൻ എന്നുള്ള പദം 65 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. ജിന്ന്, അതിൻ്റെ ഓപ്പോസിറ്റ്, അതും 65. ഷൈത്താൻ 88 പ്രാവശ്യം വന്നിട്ടുണ്ട്. മലക്കും 88. ഹയാത്ത്, ജീവിതം 145 പ്രാവശ്യം. മൗത്ത്, മരണവും 145 പ്രാവശ്യം. റജുൽ, പുരുഷൻ 24 പ്രാവശ്യം. ഇമ്രഅത്ത്, സ്ത്രീ 24 പ്രാവശ്യം. ദുനിയാവ് 115, ആഖിറത്തും 115. സ്വാലിഹാത്ത് 167, സയ്യിആത്ത് 167. സഹോദരങ്ങളെ, മുസ്ലിം 41, മുസ്ലിമത്ത് സ്ത്രീലിംഗം 41. ഇങ്ങനെ എല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് 23 വർഷം കൊണ്ട് അവതരിച്ച വ്യത്യസ്തമായ സ്ഥലത്ത്, വ്യത്യസ്തമായ സന്ദർഭത്തിൽ, വ്യത്യസ്തമായ രീതിയിൽ അവതരിച്ച ആയത്തുകളാണ്. ഖുർആൻ ഒറ്റ സൂറത്തായിട്ട് അവതരിപ്പിച്ചത് അപൂർവ സൂറത്തുകളേ ഉള്ളൂ. 2ഉം 3ഉം ആയത്തും 8ഉം 10ഉം ആയത്തായിട്ടാണ് അവതരിച്ചത്. ഈ അവതരിച്ച 23 വർഷക്കാലം കൊണ്ട് അവതരിച്ച ഖുർആൻ ഷരീഫിൽ ഇത്ര കൃത്യമായി ഈ പദങ്ങൾ എങ്ങനെ ഒത്തുവന്നു? ആയിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായിട്ട് വന്നപ്പോൾ കര എന്തുകൊണ്ട്, കടൽ എന്തുകൊണ്ട് 32 പ്രാവശ്യവും കര എന്തുകൊണ്ട് സഹോദരങ്ങളെ 13 പ്രാവശ്യവുമായി? നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? കരയുടെ ഓപ്പോസിറ്റ് അല്ലേ കടൽ, അല്ലെ കടലിന്റെ ഓപ്പോസിറ്റ് അല്ലേ കര? അത് തുല്യമായിട്ട് വന്നോ? വന്നാൽ നാളെ ഒരുത്തിന് വിളിച്ചു പറയാം, ഈ ഖുർആൻ അബദ്ധമാണ്, കര 71%, കടൽ 29%. അത് കണക്കാക്കി അവതരിപ്പിച്ച സർവലോക രക്ഷിതാവിൻ്റെ ഈ അത്ഭുത ഗ്രന്ഥം, ഈ മഹാതിശയ ഗ്രന്ഥം
ഇതിനെ പഠിക്കാതെ മനസ്സിലാക്കാതെ പോകുന്നവൻ എന്തൊരു വിഡ്ഢിയാണ്. അവൻ എന്ത് വായിച്ചിട്ടെന്ത് ഫലം, അവനെന്ത് പഠിച്ചിട്ടെന്ത് ഫലം, അവനെന്ത് ഡിഗ്രി കിട്ടിയിട്ടെന്ത് ഫലം. സഹോദരങ്ങളെ നോക്കുക, ഇങ്ങനെയെല്ലാം തുല്യമായി കുറഞ്ഞ ഖുർആൻ ഷരീഫിൽ യൗമ് ദിവസം എന്നുള്ള പദം 365 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. ഷഹർ മാസം 12 പ്രാവശ്യമാണ്. സഹോദരങ്ങളെ ഞാനിങ്ങനെ വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട്, ഞാൻ അങ്ങനെ കൊണ്ടൊന്നും കിടക്കുന്നില്ല. ഈ മഹാതിശയത്തെ മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ ഒരു ഹാഫിദിനെയെങ്കിലും സൃഷ്ടിക്കുക. അതിനുള്ള പരിശ്രമമാണ് അൽഹംദുലില്ലാ 12 വർഷമായി ദാറുൽ ഖുർആന്റെ നേതൃത്വത്തിൽ ഷഹീർ മൗലവി അവരുടെ കൂട്ടുകാരെല്ലാം ചേർന്ന്, ആ ഉസ്താദന്മാരെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നതീജയാണ്, ഫലങ്ങളാണ് ഇന്ന് 16 മക്കൾ നമ്മുടെ മുന്നിലിരിക്കുന്നത്. സുബ്ഹാനല്ലാ. സഹോദരങ്ങളെ, ഈ ഗ്രന്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ ഹാഫിലിങ്ങൾ ഉണ്ടാകണം. ഒരുപാട് പേർക്ക് ഖുർആന് സേവനം ചെയ്യണം. ഷുക്കൂർ മൗലവി പറഞ്ഞ പോലെ പരിശുദ്ധ ഖുർആനെ ആദരിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുർആന യൽഖാ സ്വാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബറുഹു കർറജുലി ഷാഹിബി. നാളെ സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതപ്പെട്ട് ഖിയാമനാൾ മനുഷ്യരെല്ലാം ഖബറുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ, മഹ്ശറയിലേക്ക് പുറപ്പെടുമ്പോൾ അവശനായി ക്ഷീണിതനായി പരിഭ്രാന്തരായിട്ടാണ് എല്ലാവരും ഖബറുകളിൽ നിന്ന് വരിക. ആ അവസരത്തിൽ പരിശുദ്ധ ഖുർആനുമായി ലോകത്ത് ബന്ധപ്പെട്ടവർ, ഹാഫിലീങ്ങളെ സഹായിച്ചവർ, ഉസ്താദന്മാർ, സഹോദരങ്ങളെ ധാരാളമായി ഖുർആൻ ഓതിയിരുന്ന സ്ത്രീകളും പുരുഷന്മാരും, അവരുടെ അടുക്കൽ ഒരു മനുഷ്യൻ വരും. ആകെ അവശനായിട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കോമളനായ ഒരു യുവാവ് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലു ഹൽ താരിഫുനി. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കും, എന്നെ മനസ്സിലായോ, എന്നെ അറിയുമോ? അപ്പം നമ്മൾ പറയും, മാ അരിഫുക, എനിക്ക് അറിയില്ലല്ലോ, താങ്കൾ ആരാണ്, താങ്കളെ മുൻപ് കണ്ട് പരിചയമില്ല. ഫയഖൂലു, ആ വന്ന വ്യക്തി പറയും, അന സ്വാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് ഖുർആൻ. ദുനിയാവിൽ വെച്ച് രാവും പകലും നീ ഓതിയിരുന്നില്ലേ, കാണാതെ പഠിച്ചിരുന്നില്ലേ, എൻ്റെ പ്രചാരണത്തിന് വേണ്ടി നീ നിന്റെ സമ്പത്ത് ചെലവഴിച്ചില്ലേ, എൻ്റെ പ്രചാരണത്തിന് നീ സഹായിയായിട്ട് നിന്നില്ലേ, ഞാനാണ് ഖുർആൻ. വൈന്ന കുല്ല താജിരിൻ മിൻ വറാഇ തിജാറതിഹി വൈന്നകൽ യൗമ മിൻ വറാഇ കുല്ലി തിജാറത്തിൻ. ഈ ലോകത്ത് ഒരുപാട് ബിസിനസ്സുകാരുണ്ടായിരുന്നു. അവരെല്ലാവരും കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും കിട്ടാത്ത ലാഭമാണ് നിനക്ക് ഞാനിന്ന് തരാൻ പോകുന്നത്. ആർക്കും കിട്ടാത്ത ലാഭം. സഹോദരങ്ങളെ, ആപ്പിൾ കമ്പനിയുടെ അതിൻ്റെ ചെയർമാനായിരുന്ന സ്റ്റീവ് ജോബ്സ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം, ബാങ്ക് ബാലൻസ് 1000 കോടി രൂപയായിരുന്നു. നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുമോ? 1000 കോടി രൂപ ബാങ്കിലുണ്ടായിരിക്കെയാണ് സ്റ്റീവ് ജോബ്സ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. സഹോദരങ്ങളെ, ഒരുപാട് ലാഭം ഉണ്ടാക്കാം. മലക്ക് പറയുകയാണ്, ഖുർആൻ പറയുകയാണ് മനുഷ്യനോട്, ലോകത്തെല്ലാ കച്ചവടക്കാരും ലാഭത്തിന് വേണ്ടി കച്ചവടം ചെയ്തു, പക്ഷെ നീ ഇന്ന് നേടുന്ന ലാഭം ലോകത്ത് ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. അത്ര വലിയ ലാഭമാണ് കിട്ടാൻ പോകുന്നത്. ഫയൂത്തൽ മുൽക്കു ബി യമീനിഹി, രാജകീയ പദവിയുടെ മുദ്ര വലത് കൈയിൽ കൊടുക്കപ്പെടും ആ വ്യക്തിക്ക്. ഹാഫിലീങ്ങൾക്ക്, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തവർക്ക്, ഖുർആനെ സഹായിച്ചവർക്ക്, ഖുർആന്റെ പ്രചാരണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർക്ക് രാജകീയ മുദ്ര കൊടുക്കും. VVIP അന്നാണ്. VIP അല്ല, VVIP ആണ് സഹോദരങ്ങളെ. തിരുവനന്തപുരത്തിൻ്റെ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ വിമാനത്താവളത്തിൽ, ഇവിടെ നമ്മുടെ തൊട്ട് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സെക്യൂരിറ്റി കയറാൻ അനുവദിച്ചില്ല. ഒരു നഗരത്തിൻ്റെ പിതാവാണ് പ്രത്യേക വേഷവിധാനങ്ങളോടുകൂടി പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെ സ്വീകരിക്കേണ്ടത്, പക്ഷെ അനുവദിച്ചില്ല. ഇവിടെ മനസ്സിലാക്കണം, അതിനേക്കാളൊക്കെ എത്രയോ മുകളിൽ മേയർക്കും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും മുകളിൽ മുൽക്ക്, രാജകീയ മുദ്ര അന്ന് ഖുർആനുമായി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഖുൽദു ബിശിമാലിഹി, കാലാകാലം സ്വർഗത്തിൽ താമസിക്കാനുള്ള സാക്ഷ്യപത്രം, സമ്മതപത്രം ഇടത് കൈയിൽ കൊടുക്കപ്പെടും. വയൗലഉ അലാ റഅസിഹി താജുൽ വഖാർ. ഷഹീർ മൗലവി നേരത്തെ സൂചിപ്പിച്ചില്ലേ, അവരുടെ തലയിൽ ഒരു വലിയ കിരീടമണിയിക്കപ്പെടും. വിലതീരാത്ത കിരീടം, വല്ലാത്ത കിരീടം.
വയുൽബസു വാലിദാഹു ഹുല്ലത്തൈനി ലാ യുഖവ്വിഉ ലഹമ അഹ്ലദ് ദുനിയ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, മാത്രമല്ല ഈ വ്യക്തിയുടെ ഹാഫിളിന്റെ അല്ലെങ്കിൽ ആലിമിന്റെ മാതാപിതാക്കളെ കൊണ്ടുവരാൻ കൽപ്പിക്കപ്പെടും. അവരെ ഹാജരാക്കും. അവർക്ക് വസ്ത്രങ്ങൾ അണിയിക്കപ്പെടും, സ്വർഗീയ വസ്ത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ വസ്ത്രത്തിന് ഈ ദുനിയാവ് മുഴുവൻ പകരം കൊടുത്താലും വിലയാവില്ല. ഈ ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളും കൊടുത്താലും വിലയാവില്ല. ഫയഖൂലാനി ബിമ കുസീന. ആ മാതാപിതാക്കൾ ചോദിക്കും, എന്തിനാണിത്? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്? ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് ഈ പ്രതിഫലം തരുന്നത്? ഫയുഖാലു, പറയപ്പെടും, ബി അഖദി വൽദിക്കുമാൽ ഖുർആൻ. നിന്റെ കുഞ്ഞിന് നീ ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിന്റെ കുട്ടിയെ നീ ഹാഫിളാക്കിയില്ലേ? നിന്റെ കുഞ്ഞിനെ നീ ഖുർആൻ ഓതിപ്പിച്ചില്ലേ? അതിന് പകരം നിങ്ങൾക്കും തരപ്പെടുന്ന വസ്ത്രങ്ങളും പദവികളുമാണിത്. സുമ്മ യുക്കാലു. എന്നിട്ട് ഈ ഹാഫിലീങ്ങളോട് പറയപ്പെടും, ഇപ്പം നമ്മുടെ മക്കൾ 16 മക്കൾ ഇവിടെ ഇരുന്ന് ഖുർആൻ ഷരീഫ് പൂർത്തിയാക്കിയത് നിങ്ങളെല്ലാവരും കൗതുകത്തോടെ, വളരെ താല്പര്യത്തോടെ, ഇഷ്ടത്തോടെ കേട്ടിരുന്നില്ലേ? അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ ഹാഫിലീങ്ങളോട് പറയപ്പെടും, ഇഖ്റ വസ്അദ് ഫീ ദറജത്തിൽ ജന്ന. ഓതുക. ദുനിയാവിൽ കമാ കുന്ത തുറത്തിലു ഫി ദുനിയ. ദുനിയാവിൽ നീ ഓതിയിരുന്ന പോലെ ഓതുക. നീ ഓരോ ആയത്തും ഓതുന്ന അനുസരിച്ച് സ്വർഗത്തിൽ നിന്റെ പദവികൾ കയറിക്കൊണ്ടേയിരിക്കും. സ്വർഗത്തിൽ നിന്റെ പദവികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഫഹുവ ഫീ സുഊദിൻ മാദാമ യഖറഉ തർതീല. ഇമാം അഹ്മദ് ഇബ്നു മാജ റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. സഹോദരങ്ങളെ, ഈ മഹാപദവി, സ്വപ്നം കാണാൻ കഴിയാത്ത ഈ മഹാപദവി, ചിന്തിക്കാനോ ഭാവനയിൽ കൊണ്ടുവരാനോ കഴിയാത്ത, സങ്കല്പിക്കാനാവാത്ത ഈ മഹാപദവി അല്ലാഹു തആല ഹാഫിലീങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ, കൊച്ചുമക്കളിൽ, കുടുംബത്തിൽ ഒരു ഹാഫിദിനെ ഇൻഷാ അല്ലാഹ് സൃഷ്ടിക്കുമെന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്യും. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം. 12 വർഷത്തെ പരിശ്രമം എളിയ തോതിൽ. അദ്ദേഹം പറഞ്ഞല്ലോ, വീടിൻ്റെ ഉമ്മറത്ത് കോലായിൽ ഒരു ചെറിയ രീതിക്ക് തുടങ്ങി. അൽഹംദുലില്ലാഹ് ഒരുപാട് പേർ സഹായിച്ചു. ഇന്നത് വളരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികളായി. നാളെ വലിയ പ്രസ്ഥാനമായിട്ട് മാറും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആയിരക്കണക്കിന് ഹാഫിദീങ്ങളെ സൃഷ്ടിക്കുന്ന, ആയിരക്കണക്കിന് സ്വർഗവാസികളെ സൃഷ്ടിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ദാറുൽ ഖുർആൻ ദീനിയാത്ത് മദ്രസ മാറട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന, പാടുപെടുന്ന, കഷ്ടപ്പെടുന്ന, സഹായിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കരളിൽ തുടിക്കുന്ന കനിയാണു നാഥൻ്റെ വരമാണ് ജ്ഞാനത്തിൻ നിധികുംഭമേ. ആനന്ദമെന്നു വിളിക്കുന്നു നിന്നെ ഞാൻ, വാനത്തിൻ വാർമുകിൽ മാരിവില്ലേ. കൂരിരുട്ടിൽ കുളിർ ചന്ദനം ചാർത്തുന്ന പാരിലെ പാവന മാണിക്യമേ. മാനവരാശിക്കു മാർഗം തെളിക്കുവാൻ മന്നാൻ കരിഞ്ഞൊരു പൊൻവിളക്കേ. വആഖിറു ദഅ്വായ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.